ഹായ് ഫ്രണ്ട്സ്, ഏവർക്ക് ഡിജിറ്റൽ ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് MI ബോക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കാരണം ഒത്തിരി പേര് ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് MI ബോക്സ് നമുക്ക് കിട്ടാനുണ്ടോ, എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ MI ബോക്സ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള സംശയങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. MI ബോക്സിന്റെ തുടക്കം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സ്മാർട്ട് അല്ലാത്ത ടിവികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരം ടിവികളെ സ്മാർട്ട് ടിവികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഷവോമി എന്ന കമ്പനി MI ബോക്സ് എന്ന പേരിൽ ഇവിടെ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിയത്. അങ്ങനെ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ഇറക്കിയതിന് ശേഷം അത് ശരിക്കും പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച ആ ഒരു സെയിലൊന്നും ഇവിടെ നടന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് വലിയ കാര്യമായിട്ടുള്ള സെയിലൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ചിലർ വാങ്ങിച്ചു ഉപയോഗിച്ചു. എങ്കിലും നമ്മൾ യൂട്യൂബൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ചില യൂട്യൂബേഴ്സ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇത് എപ്പോഴാണ് ഒന്ന് പോപ്പുലറായി എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഈ OTT പ്ലാറ്റ്ഫോമുകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ വീട്ടിൽ തിയേറ്റർ സെറ്റപ്പ് ഒക്കെ പലരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഒരു സിറ്റുവേഷൻ വന്നപ്പോ സൗണ്ടിന് പ്രാധാന്യം വന്നു ഈ ഓഡിയോയ്ക്ക്. അപ്പൊ ഈ ഓഡിയോ 5.1 ഡോൾബി കണ്ടന്റ് ഉള്ള ഓഡിയോസ് എങ്ങനെ ഔട്ട് എടുക്കുക എന്നുള്ളത്, കാരണം പ്രൊജക്ടറുകളിൽ നമുക്ക് ഈ 5.1 ഓഡിയോ, സറൗണ്ട് ഓഡിയോ, ഡിജിറ്റൽ ഓഡിയോ ഔട്ട് എടുക്കുന്നതിനൊന്നും സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ MI ബോക്സ് എന്നുള്ള ഒരു സംഭവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളടക്കമുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ MI ബോക്സിൽ നമുക്ക് ഒപ്റ്റിക്കൽ മുഖേന ഡോൾബി ഓഡിയോ ഏതെങ്കിലും ഒരു ഡീകോഡർ മുഖേനയോ അല്ലെങ്കിൽ ഒരു 5.1 അല്ലെങ്കിൽ ഒപ്റ്റിക്കലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോം തിയേറ്റർ മുഖേനയോ സൗണ്ട് ബാർ മുഖേനയൊക്കെ ഓഡിയോ ഔട്ട് നമുക്ക്, അല്ലെങ്കിൽ AVR അതൊക്കെ മുഖേന നമുക്ക് എടുക്കാൻ പറ്റും. ഈവൻ HDMI ഔട്ട് ത്രൂ കൊടുത്താലും നമുക്ക് AVR നിന്നൊക്കെ 5.1 ഡോൾബി ഓഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞത് മുതലാണ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തുടങ്ങിയത്. സെയിൽ അവർക്ക് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയത്. അപ്പൊ ഒരുപക്ഷെ നോക്കണം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഒരു MI ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം എന്റെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സജഷൻ ചോദിച്ച് വാങ്ങിച്ചു തന്നെ ഒത്തിരി പേരുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തില് MI ബോക്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങളും MI ബോക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കമന്റ്സ് ഒന്ന് എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പൊ ഈ MI ബോക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങി. തിയേറ്റർ സെറ്റപ്പിന് അവിഭാജ്യ ഘടകമായി മാറി MI ബോക്സ്. അപ്പൊ അതിനുശേഷം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ MI ബോക്സ് എവിടെയും കിട്ടാനില്ല. കാരണം ഈ ഷവോമി അല്ലെങ്കിൽ റെഡ്മി എന്ന നമ്മുടെ അല്ലെങ്കിൽ MI എന്ന കമ്പനി നമ്മുടെ നാട്ടിൽ ഈ സാധനം സെയില് ഇപ്പൊ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടാണ് പലരും നമ്മളെ മെസ്സേജ് ചെയ്യുന്നത്, പലരും നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നത് എങ്ങനെയും കിട്ടാൻ വഴിയുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും പുതിയ പീസുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. പിന്നെ ഓൾഡ് സ്റ്റോക്ക് ഉള്ളവർ ചിലർ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ പുതിയൊരു വേർഷൻ MI ബോക്സ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയത്. അപ്പൊ പുതിയൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു MI ബോക്സ് 4K എന്നാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് പുതിയൊരു MI ബോക്സ് അവർ ഇറക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. MI ബോക്സ് എന്ന പേരിലല്ല, ഷവോമി ബോക്സ് എന്ന പേരിലാണ് ഇത് ഇറക്കുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് MI ബോക്സ് തമ്മിലുള്ള എന്ത് മേന്മയാണ് ഉള്ളത്, അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഷവോമി ബോക്സ് സെക്കൻഡ് ജനറേഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതാണ് MI ബോക്സ് 4K ആദ്യം ഇറങ്ങിയ ഡിവൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് മറ്റു സ്ഥലങ്ങളിൽ, അതായത് ഗ്ലോബലി ഇത് റിലീസ് ചെയ്തപ്പോൾ MI ബോക്സ് S എന്ന പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആയത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇതിന്റെ MI ബോക്സ് 4K എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഈ MI ആൻഡ്രോയിഡ് ബോക്സ് 4K ഫസ്റ്റ് ജനറേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിലോ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ MI ബോക്സിനെ കുറിച്ച് നോക്കാം. അത് ഷവോമി TV ബോക്സ് S എന്ന പേരിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ MI ബോക്സും ഗ്ലോബലി റിലീസായപ്പോൾ S എന്ന പേരിൽ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലെ തന്നെ ഷവോമി ബോക്സും S എന്ന പേരിലാണ് ഗ്ലോബലി റിലീസായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഓക്കെ, ഉടനെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഷവോമി ബോക്സിന്റെ ഫിസിക്കൽ സൈസ് എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. ഇതിന്റെ നീളം വരുന്നത് 9.52 സെന്റിമീറ്റർ ആണ്. അത്ര തന്നെയാണ് ഇതിന്റെ വീതിയും വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് 1.67 സെന്റിമീറ്റർ ആണ് വരുന്നത്. പഴയ MI ബോക്സ് ഫസ്റ്റ് ജനറേഷൻ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല ഇവര്. ഇനി നോക്കുകയാണെങ്കിൽ ഇതിന്റെ വെയിറ്റിലാണ് ചെറിയൊരു വ്യത്യാസം കാണുന്നത്. വെയിറ്റിൽ ഷവോമി ബോക്സിന് 142 ഗ്രാം ആണ് വെയിറ്റ് ഉള്ളത്.
MI ബോക്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 148 ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 6 ഗ്രാമോളം ഇതിൽ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന MI ബോക്സ് ആൻഡ്രോയിഡ് 9 വേർഷനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ്. കൂടാതെ റെക്കമെൻഡേഷൻ ബേസ്ഡ് ആണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ CPU കുറിച്ച് നോക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ കോർട്ടെക്സിന്റെ A55 എന്ന പ്രോസസ്സറാണ്. ഇതിന് 2 GHz സ്പീഡാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ MI ബോക്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോർട്ടെക്സിന്റെ തന്നെ A53 എന്ന പ്രോസസ്സർ ആയിരുന്നു. ഇതിന് 1.5 GHz ആണ് സ്പീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു Xiaomi ബോക്സിൽ. പിന്നെ ഇതിന്റെ ഗ്രാഫിക് പ്രോസസ്സിംഗ് നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ഇതിലൂടെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇതിന്റെ മെമ്മറി നോക്കുകയാണെങ്കിൽ 2 GB റാമും 8 GB റോമും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് MI ബോക്സിന്റെ പഴയ ജനറേഷന് സെയിം തന്നെയാണ്. ഈ Xiaomi ബോക്സിന്റെ ബ്ലൂടൂത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5.2 വേർഷനാണ് ഇതിനകത്തുള്ളത്. നേരത്തെ 4.2 വേർഷൻ ആയിരുന്നു. കുറച്ച് ബെറ്റർ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 5.2 വേർഷൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കണക്ടിവിറ്റി കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. ഇതിനകത്ത് 4K അൾട്രാ HD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പഴയതിന് വെച്ച് ഡിസ്പ്ലേ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. HDR10+ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ HDR10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡോൾബി വിഷൻ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ടെക്നോളജിയാണത്. സോ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഇതിലൂടെ ഡിസ്പ്ലേയിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയാനായിട്ട് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ DTS HD ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇതുപോലെയുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ പ്ലെയേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡോൾബി അതുപോലെ DTS പോലെയുള്ള അഡ്വാൻസ്ഡ് 5.1 മൾട്ടി ചാനൽ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. സോ ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, HDMI വേർഷൻ 2.1 ആക്കിയിട്ടുണ്ട്. ഇത്രയും ഡിസ്പ്ലേ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 2.1 വേർഷനിലുള്ള ഒരു HDMI പോർട്ട് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ USB അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ട് അതെല്ലാം നമ്മുടെ പഴയ MI ബോക്സിന് പോലെ തന്നെയാണ് ഇതിലും ഉള്ളത്, സ്ലോട്ടുകളെല്ലാം. ഓക്കെ, അപ്പോൾ ഓവറാൾ ഈ ഒരു Xiaomi ബോക്സ് സെക്കൻഡ് ജനറേഷനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ ഡിസ്പ്ലേക്കും അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോയ്ക്കും ഇതിന്റെ സ്പീഡിനും അതുപോലെ തന്നെ കണക്ടിവിറ്റി പോലെയുള്ള എല്ലാത്തിനും വളരെ ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇപ്പോൾ ഇവർ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. വിദേശത്ത് ഒക്കെ ഈ സാധനം അവൈലബിൾ ആണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഓൾറെഡി ഗൾഫിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അത് എത്തിയാൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും Xiaomi ബോക്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത്, MI ബോക്സിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനയിലാണ് ഇപ്പോൾ ഒരു മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു സാധനം ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്ന് വെക്കുമ്പോൾ ഒരു കുറച്ച് തടസ്സങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. പഴയ പോലെയല്ല. പണ്ട് എന്ത് നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചൈനയിൽ നിന്നൊരു സാധനം വാങ്ങിക്കണേ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ കസ്റ്റംസ് ഫീയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ചൈന ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്കൊക്കെ ഇവിടെ ഒരു സാധനം വെക്കണമെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ തന്നെ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളൊരു നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പൊ ചൈനയിലാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. ഉടനെ തന്നെ അവരുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ അത് സുലഭമായിട്ട് തന്നെ കിട്ടാൻ തുടങ്ങുമെന്ന് നമുക്ക് എന്താ പറയാ ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് അതിന്റെ അവൈലബിൾ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ ഈ MI ബോക്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ MI ബോക്സ് യൂസേഴ്സ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെയ്ക്കും എവർക്കും ബൈ.